ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടോ, വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ ഞാനും അപ്പും അമ്മും ഒക്കെ കൂടിയിട്ട് വീട്ടിലേക്ക് വന്നാണ്. രാവിലത്തെ മേളങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എണീറ്റ് ഇരുന്നേ ഉള്ളൂ. നമ്മുടെ അപ്പൂട്ടനും ആര്യക്കുട്ടിയും കൂടിയിട്ട് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൂവിന് കുറച്ച് വലിപ്പമുള്ളൊരു സൈക്കിളാണത്. അപ്പോൾ ആര്യക്കുട്ടി അതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാല് ഒരു ലേശം എത്തുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഏകദേശം ഒന്ന് പഠിച്ചിട്ട് ഓടിക്കാനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ പ്രാക്ടീസൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര്യക്കുട്ടി ദിവസം രാവിലെ സൈക്ലിങ് ചെയ്യും. അപ്പോൾ അവൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ റൗണ്ട് വീടിന് ചുറ്റും ഒന്ന് ഓടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ പോയി ഇനി ബാക്ക് സൈഡ് കൂടെ വന്നിട്ട് ഫ്രണ്ടിലേക്ക് കയറി വരും. അപ്പോൾ അത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയണത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യക്കുട്ടി ടൂറ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയ സമയത്ത് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. നമുക്ക് ചെവിയിലൊക്കെ വെക്കാൻ കാറ്റൊന്നും കിടക്കാതിരിക്കാനുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ അത് കാണാൻ നല്ല കൗതുകമായതുകൊണ്ട് അപ്പൂവിനെ അവൾ വന്നപ്പോൾ വെച്ച് കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ 2 ബോളുകളാണ് നമ്മൾ ആ കൈ വെക്കുന്ന ഭാഗത്തുള്ളത്. പ്രസ് ചെയ്യുമ്പം അതിൻ്റെ ഓരോ ചെവിയായിട്ട് ഉയരും താഴുമൊക്കെ ചെയ്യും. നല്ല രസം തോന്നി. അപ്പോൾ അവൾ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ രാവിലെയൊക്കെ എണീറ്റ് അമ്മയൊക്കെ എല്ലാം നീറ്റാക്കി കുളിച്ച് വിളക്കൊക്കെ വെച്ച് അമ്മ അവിടെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എണീറ്റിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ആര്യക്കുട്ടി വന്നിട്ട് വലിയമ്മയും കൂടി വെച്ച് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് എനിക്കും വെച്ച് തന്നു. ഞാൻ പിന്നെ വിട്ട് വളർത്തൊന്നുമില്ല. ഞാനും ഒപ്പം ഇരുന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ഓരോ അത് നല്ല രസം തോന്നി. അതിൻ്റെ ആ ചെവി ഇങ്ങനെ ഉയർന്നതും താഴണമൊക്കെ. പിന്നെ എന്താ വെച്ചാൽ വല്ലാണ്ട് മെഷീനും കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ബോൾ പോലത്തെ ഒരു സംഭവമാണ്. അത് പ്രസ് ചെയ്യുമ്പോൾ ആ എയറിലാണ് അതിങ്ങനെ മാറ്റങ്ങൾ കാണിക്കണത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്കിന്നിപ്പോൾ ഡ്യൂട്ടി ഉണ്ട്. നമ്മുടെ കോളേജിൽ 7 ദിവസത്തെ NSS ക്യാമ്പാണ് കേട്ടോ. അപ്പോൾ അകലൂർ ഗവൺമെൻറ് സ്കൂളിൽ വെച്ചിട്ടാണ് ക്യാമ്പ്. 7 ദിവസവും അവിടെ തന്നെ താമസിച്ചുകൊണ്ടുള്ള ക്യാമ്പാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഡേയും നൈറ്റും ഒക്കെ ടീച്ചേഴ്സിന് ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ ഇന്ന് വൈകുന്നേരം രാത്രിത്തെ ഡ്യൂട്ടി ഞങ്ങൾ കുറച്ച് പേർക്കുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 5 മണിയാകുമ്പോഴേക്കും സ്കൂളിലെത്തിയതാണ്. അപ്പോൾ സ്കൂളും കൂടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ NSS സ്പെഷ്യൽ ക്യാമ്പ് പ്രോഗ്രാമിൻ്റെ പേര് കൂടെ. ഓക്കെ. അപ്പോൾ നമ്മുടെ സ്കൂൾ ഗേറ്റിൽ തന്നെ അതെല്ലാം ബാനറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയൊരു പാർക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുഞ്ഞു മക്കൾ പഠിക്കുന്ന ഒരു സ്ഥലമല്ലേ. ഇപ്പോൾ ഈ 7ാം ക്ലാസ് വരെയായിരുന്നു ആ സ്കൂളുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് അത് 10ാം തരം വരെ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ LKG മുതൽ ഇപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ ചെറിയൊരു പാർക്ക് മോഡലിൽ അവർ വർണ്ണക്കൂടാരം എന്നുള്ള പേരിലാണ് ആ ഒരു കാര്യമൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ അതങ്ങനെ സ്ലൈഡിങ്ങും കാര്യങ്ങളും അങ്ങനെ കുഞ്ഞ് ട്രെയിനിൻ്റെ പോലത്തെ കാര്യങ്ങളും അതേപോലെ തന്നെ റെയിൻബോ വരുന്ന ടൈപ്പുള്ള കുറേ കളറിങ്സ് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ചെറിയൊരു പാർക്കിൻ്റേതായ ഒരു ഫീലിംഗ് നമുക്ക് അവിടെ ഉണ്ടായി. കുഞ്ഞു കുഞ്ഞ് ഇത് ട്രെയിനിൻ്റെ ഓരോ ക്യാബുകൾ പോലെയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞു മക്കൾക്കൊക്കെ നല്ല ഹാപ്പി ആയിട്ട് തുള്ളി ചാടി കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഞങ്ങളും എൻജോയ് ചെയ്തു അവിടെ പോയിട്ട്. ഇതേപോലെ തന്നെ കുറച്ച് നേരത്തേക്ക് ഞങ്ങളും കുഞ്ഞു കുട്ടികളായി. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഫോൺ അലൗ ചെയ്ത സമയമായിരുന്നു. അവർക്ക് ക്യാമ്പിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു വൈകുന്നേരം 1 മണിക്കൂർ മാത്രമാണ് കൊടുക്കുക. അപ്പോൾ അത് കാരണം അവർ ആ സമയത്താണ് വീട്ടിലേക്കൊക്കെ എല്ലാവരും ഒന്ന് വിളിക്കുന്ന സമയമാണ്. അപ്പോൾ അവരൊക്കെ അതിൻ്റേതായ ബിസിയിലായിരുന്നു എല്ലാവരും. അപ്പോൾ ബാക്കി ഉള്ള ആളുകളുടെ ഒക്കെ ഒരു കാര്യങ്ങളൊക്കെ അതിൽ കാണുന്നത്. കുട്ടികളൊക്കെ പല ഭാഗത്തായിട്ട് ഉണ്ട്. ഇതിൻ്റെ ബിൽഡിങ്ങൊക്കെ മൊത്തത്തിലൊന്ന് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. 2 സൈഡായിട്ട് ബിൽഡിംഗ് ഉണ്ട്. ഇതൊക്കെ പുതിയ ബ്ലോക്കുകൾ ഇപ്പോൾ ഈ അടുത്ത് തന്നെ പണി കഴിപ്പിച്ച കെട്ടിടങ്ങളാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങുള്ള കെട്ടിടമൊക്കെ നമുക്ക് അടുത്ത് ഇനി ഉദ്ഘാടനത്തിന് നിൽക്കുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്കൂളിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. ഇതാണ് വർണ്ണക്കൂടാരം എന്ന് പറഞ്ഞ് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഏറ്റവും ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ ഭാഗമാണിത്. അങ്ങനെ നമ്മളവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഇതുവരെ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല കേട്ടോ. അതിൻ്റെ എൻട്രൻസ് മുതലുള്ളത് ഞാനിങ്ങനെ ഓരോന്നായിട്ട് വീഡിയോ എടുത്ത് വരികയായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നല്ല രസമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ടീച്ചറാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു 3 ലേഡി ടീച്ചറും 2 ജെൻസ് സ്റ്റാഫുമാണ് ഇന്നത്തെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ കയറി എല്ലാവരും ഓരോ തരത്തിൽ ബിസിയിലാണ് അവിടെ കേട്ടോ.
അപ്പം ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ അവരൊക്കെ അവരുടേതായ തിരക്കിലുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്യാമ്പിൻ്റെ തുടക്കത്തിലുള്ള വിശേഷങ്ങളെന്ന് പറയുന്നത്. ചെറിയ ഗുഹകൾ പോലെയൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്യാമ്പിലുള്ള പരിപാടികളും ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഞാനിതിലൂടെ കാണിച്ചു തരാം. എല്ലാ കോളേജുകളിലും 7 ഡേയ്സ് ക്യാമ്പ് ഉണ്ടായിരിക്കും NSSൻ്റെ കീഴിൽ. അപ്പോൾ ഇപ്രാവശ്യം സാധാരണ നമ്മുടെ കോളേജിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മുടെ തൊട്ടടുത്തുള്ള ഹൈസ്കൂളിലാണ് ഈ ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും, അതായത് ഏകദേശം 50-ൽ താഴെ കുട്ടികൾ ഒരു ക്യാമ്പിൽ ഉണ്ടാവും. അപ്പോൾ ഗേൾസിനും ബോയ്സിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡോർമെട്രിയും ടോയ്ലറ്റും ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. അവർക്ക് ആ 7 ദിവസവും ചെയ്യേണ്ടതായിട്ടുള്ള പ്രോഗ്രാമുകളും കാര്യങ്ങളും ഒക്കെ അവിടെ അതിൻ്റെ പ്രോഗ്രാം ഓഫീസർ ടീച്ചർ കൃത്യമായിട്ട് തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഓരോ ടീമായി തിരിച്ചിട്ട് ഓരോ പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുക്കുക, അതിൽ റിപ്പോർട്ട് തയ്യാറാക്കുക. അതിലേറ്റവും ബെസ്റ്റായിട്ട് ചെയ്ത ടീമിനൊക്കെ ഒരു അപ്രീസിയേഷനും ഒക്കെ കൂടെ കൊടുക്കും. അങ്ങനെ ഒരു 7 ദിവസത്തെ, അല്ലെങ്കിൽ അത് ചുറ്റുപാട് സമൂഹവുമായിട്ട് കുട്ടികൾക്കൊരു ബന്ധം ഉണ്ടാവുന്ന തരത്തിലുള്ളതും ഭാവിയിൽ നല്ലൊരു പൗരന്മാരായിട്ട് വളരാനുള്ള ഒരു അവസരമൊക്കെയാണ് ഇത്തരത്തിലുള്ള സഹജീവികളോടുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ നമ്മളെങ്ങനെ ആയിരിക്കണം സമൂഹത്തിന് മുന്നിൽ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഒരു 7 ഡേയ്സ് ക്യാമ്പിൽ നിന്ന് കിട്ടും. പൊതുവേ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനാണ് അത് ഉണ്ടായിരിക്കുക. അപ്പോൾ സ്കൂളിൻ്റെ ഓരോ ഭാഗവും നടന്ന് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി വന്ന ഒരു എൻട്രൻസ് കഴിഞ്ഞിട്ട് കുട്ടികൾ കളിക്കുന്ന ഈ ഒരു ഭാഗത്ത് ബോയ്സിൻ്റെ റൂമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ, ഈ ഒരു ബിൽഡിങ്ങിൽ. അതിന് അങ്ങോട്ടേക്കാണ് അടുക്കളയൊക്കെ വരുന്നത്. അതേപോലെ തന്നെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനോടടുത്ത് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് കാണിച്ചത്. ഈ ഒരു ഭാഗത്ത് കൂടെ പോയി കഴിഞ്ഞാലാണ് അവിടെ ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ രാവിലെ കുട്ടികൾക്ക് എക്സസൈസ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ, അതുപോലെ തന്നെ സ്പോർട്സ് സംബന്ധമായിട്ട് സ്കൂളിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അവിടെ വരുന്നൊരു ബിൽഡിംഗ്, അതൊക്കെ ഓരോ വർഷവും ഓരോ MLA ഫണ്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡിങ്ങുകളൊക്കെയാണ്. അപ്പോൾ അവരവിടെ നന്നായിട്ട് തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഭാഗത്ത് കൂടെ ഒന്നിങ്ങനെ നമുക്ക് നടന്ന് നോക്കാം. പല ക്ലാസ് റൂമുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതാണ് സ്കൂളിൻ്റെ എൻട്രൻസ് ഭാഗം. അവിടെ നിന്നാണ് ആ ഒരു ബൈക്ക് വരുന്നത് കാണുന്നത്. അപ്പോൾ ഇത്രയും ഒരു സ്പേസാണ് അതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ഇവിടെയൊക്കെ ബോയ്സിൻ്റെ ഡോർമെട്രി ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവരവരുടെ ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കിച്ചണിലേക്ക് പോകുന്ന ഭാഗം. അപ്പോൾ വീണ്ടും ഒരു ഗ്രൗണ്ടിൻ്റെ ഭാഗമൊക്കെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെയാണ് കിച്ചണിലേക്ക് വരുന്ന ഭാഗം കേട്ടോ. അപ്പോൾ ബോയ്സിന് വേണ്ടി അറേഞ്ച് ചെയ്ത ഭാഗമായതുകൊണ്ട് അവർ അവരുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് അവിടെയാണ് അവർ ഉറങ്ങുന്നതും ഒക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വീണ്ടും ഫസ്റ്റ് കണ്ട ആ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് തന്നെ വരിക. ചുമരിൽ നല്ല ഭംഗിയുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഗുണനപ്പട്ടി കണ്ട് പിന്നെ കുറേ ചിത്രങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അതായത് മൺമറഞ്ഞ ഭീമാകാരന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദിനോസറിൻ്റെ ചിത്രമൊക്കെ നന്നായിട്ട് ചുമരിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തടുത്ത ഓരോ ഭാഗത്തേക്ക് പോകുമ്പോഴും പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചുമരിൽ കാണാൻ സാധിക്കും. ഇവിടെ ഭൂഖണ്ഡങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ചെറിയൊരു അറ്റ്ലസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സൗരയൂഥം വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഓരോ സ്കൂളിൻ്റെയും ചുമരുകളിലൊക്കെ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള വർണ്ണചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് കുട്ടികൾ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും അവർക്ക് അറിവ് കിട്ടുന്ന രീതിയിലാവുക എന്നുള്ളത് മാത്രമാണ്. അപ്പം ഞങ്ങളങ്ങനെ ഒന്ന് കയറി അതിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം കൂടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഞങ്ങൾ പാർക്കിലെത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കളിക്കാൻ റെഡി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾ ആസ്വദിക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിനും ഒരു റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. കാരണം ആ ഒരു രാവിലെ തുടങ്ങിയ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊന്ന് വന്ന് ഫ്രീ ആയി ഒന്ന് ചായ കുടിക്കാനോ ഒന്നിരുന്നുകൊണ്ട് ചായ കുടിക്കുക, അല്ലെങ്കിൽ ഇത്തിരി നേരം നല്ല സംഭാഷണങ്ങൾ നർമ്മസല്ലാപങ്ങൾ നടത്താനൊക്കെ പറ്റിയൊരു ഇതായിട്ട് തന്നെ തോന്നിയത്. ഒന്ന് മൈൻഡ് റെജുനേറ്റ് ചെയ്യാനുള്ളൊരു പ്ലേസ് ആയിട്ട് തന്നെയാണ് കേട്ടോ തോന്നുന്നത്. കുട്ടികളാണെങ്കിലും ആർക്കാണെങ്കിലും
നമുക്കും ഒരുപോലെ തന്നെ ഉപകാരപ്രദമല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുകയെന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് കുഞ്ഞു കുട്ടികളായിട്ട് മാറി എന്നുള്ളത് വേണം പറയാൻ. അപ്പോൾ ഞാനും ഒന്നിങ്ങനെ കയറി നോക്കിയിട്ട് അസലായിട്ടൊന്ന് ഉരസി പഠിച്ചു, ഉരസി കളിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാ പറഞ്ഞത്, കുറച്ച് നേരത്തേക്ക് നമ്മൾ ആ ഒരു മൈൻഡിലേക്ക് അവിടെ പോവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവിടെ ഒരു ഭീമാകാരൻ ജിറാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ജിറാഫിൻ്റെ പല ആംഗിളിൽ നിന്നുകൊണ്ട് കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ അന്ന് വൈകുന്നേരം ഫോണൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം അവിടെ പ്രോഗ്രാം ഓഫീസർ ടീച്ചർ കഴിഞ്ഞ ദിവസത്തെ ക്യാമ്പിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് പറ്റിയ ഒരുപാട് മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ അവരെന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ടീച്ചർ വിശദമായിട്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടപ്പോൾ വട്ടത്തിൽ അല്ലാത്തപ്പോൾ നീളത്തിൽ. വേണ്ടപ്പോൾ വട്ടത്തിൽ അല്ലാത്തപ്പോൾ ആവശ്യമുള്ളപ്പോൾ എറിയും, ആവശ്യമില്ലാത്തപ്പോൾ എടുക്കും. ആരും യാത്ര ചെയ്യാത്ത ബസ്. സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ. പറയട്ടെ, അങ്ങ് കിട്ടിയില്ലല്ലോ. ഒരിക്കലും പറക്കാത്ത കാക്ക. ഒരിക്കലും അധ്വാനം ആരോഗ്യം, ആരോഗ്യം സമ്പത്ത്, സമ്പത്ത് എന്താണ് വാങ്ങിക്കുമോനെ തൊള്ളക്കിടാറാണ് വല്ലക്ക് കേടാണ് ബസീർ ബസ്വാനി നാസർ നാസാക്കി ശരീഫ് ശരിയാക്കി ചാന്തപ്പ് കാട്ടാക്കി. അപ്പൊ താങ്ക് യു. കാർ ഓടിക്കുന്നത് നമ്മുടെ ഇഷാമിന്റെ വാപ്പാടെ കാല് ചെറുതാണെങ്കിലും ഇഷാമിന് നല്ല കഴിവാണ്.
ആമക്കുഞ്ഞരോ ആമക്കുറുമ്പല്ല നെയ്യത്തെ തിരച്ചെന്നവുമാ താഴെ വരഞ്ഞു കയറി ദൂരത്തിൽ പതുങ്ങിയല്ലോ താരം കൊടുത്തുള്ള ചെറുക്കും തിരച്ചെല്ലത്തിനോ ഭൂമിയെ പാടി മൂടും അത്രയും തിരയിട്ടു വെക്കാം കുഞ്ഞിലമാറി കഥ കേട്ട് കൂട്ട് മാറി ചൂടി തളരാതെ തിരിയോടി തലയാടി വളരെ നീ നടന്നു പോകുവാ നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുക കൂടിയാടി എതിരിന്നതേതുമേ താനിയങ്ങു നീക്കുക ചാലു തീർത്തുമെത്തുമേ നീരൊഴുക്കുക തൊട്ടു തലോടിക്കൊണ്ട് കാറ്റിലെ നൊമ്പരം മാറ്റിടുവാ ആകാശ നക്ഷത്രങ്ങൾ ചാടി കാട്ടിത്തരും മൂടും നേരിട്ടാൽ നീയെന്നും മുന്നിൽ തെളിഞ്ഞു വരും നീയെത്തിടും മണ്ണോട് കാറാതി മാറ്റിത്തരും കുഞ്ഞിലുമാറി കഥ കേട്ടല്ലേ നിരികൂട്ട് മാറി ചൂടി തളരാതെ ചിരിയോടെ കളിയാടി മഞ്ഞിൻ തുകത്തിടും ചുമ തുടങ്ങിയ പോകെ മരന്തകളങ്ങളൊക്കെ മനസ്സ് കുറിച്ചു തരുന്നു നീ സംഗീതം കൂട്ടിൽ നിന്നും നേറ്റി വന്ന പയ്യല്ലേ വെളിച്ചം കോരി നിൽക്കും പൂക്കളിയല്ലേ ആകാശം താഴുന്നു നീഹാരം തോന്നുന്നു കവിരൊളികൾ പടരുന്നു ഇരുളകൾ അകലുന്നു പുടർന്നു തെളിഞ്ഞു ചുവന്നു തൊടുത്ത മാനം നോക്കി കൂട്ടിൽ നിന്നും നേട്ടി വന്ന പയ്യല്ലേ വെളിച്ചം കോരി നിൽക്കും പൂക്കളിയല്ലേ തേൻ കരിനിരകൾ തേനിതളണികൾ തേൻ കരിനിരകൾ തേനിതളണികൾ തെന്നൽ നറും മലർമണം എങ്ങും വീശി ിനാരത്ത് വനം വെച്ച് പറക്കുന്ന വിക്രപാടി കിളിയെ നീല നീലമേലപ്പെട്ടൊരാകാശത്തിനപ്പുറത്തിൽ സുഭദ്രങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല് സുഭദ്രങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല് കിളിയേ വിക്രപാടി കിളിയേ സുഭദ്രത്തെ മീനാരത്ത് വനം വെച്ച് പറക്കുന്ന വിക്രപാടി കിളിയെ ചൊല്ല് നീലമേലപ്പെട്ടൊരാകാശത്തിനപ്പുറത്തിൽ സുവർഗങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല് അമ്പിയമൂരസ്ഥലങ്ങൾ താമസിക്കും കൊട്ടാരത്തിൽ മുപ്പിനെ ബിന്ദും വെച്ച് മറുല്ലസിക്കും പൂന്തോട്ടം പാപ്പയും കാണാറുണ്ടോ ഈ പൊന്നുമോന്റെ ഉമ്മച്ചി ചിരിക്കാറുണ്ടോ ഉമ്മച്ചി ചിരിക്കാറുണ്ടോ സ്വർഗത്തിൽ പോയതാണെന്ന് ഉപ്പാപ്പ പറയും ഓത്തുപള്ളി മുല്ലാക്കയും അതു തന്നെ പറയും എവിടെയാണ് സുവർഗം പഠിച്ചോനെ ഒന്ന് കാട്ടിത്ത ആ സുവർഗം കിളിയേ വിക്രവാടി കിളിയേ സുബഹിക്ക് മീനാരത്ത് വലം വെച്ച് പറക്കുന്ന വിക്രവാടി കിളിയെ ചൊല്ല് നീലമേലപ്പെട്ടൊരാകാശത്തിനപ്പുറത്തിൽ സുവർഗങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല് സുവർഗങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല് കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തുള്ള
കളിയൂഞ്ഞാലാടുന്നോരിടനാഴിതാ മതിയാവില്ലൊരു നാളിലും ഇതുവല്ലൊരു നേരം ഇനിയില്ലിതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിക്കടലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടുന്നോരിടനാഴിതാ. താങ്ക് യു. ക്ലിയർ ആവില്ലല്ലേ പാട്ട്? ടീച്ചർ മറിഞ്ഞിട്ട് അടിക്കുന്നു. അയ്യോ വോയിസ് അങ്ങനെ നമ്മുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിക്കേണ്ട സമയമായിട്ടോ. അപ്പോൾ എല്ലാവരും അവനവൻ്റെ പ്ലേറ്റൊക്കെ എടുത്ത് നാലുപുറം നടക്കുന്നുണ്ട്. നമ്മുടെ ഫുഡ് സപ്ലൈ ചെയ്യുന്നൊരു ഭാഗം എന്ന് പറയുന്നത് നേരത്തെ കാണിച്ച ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കിട്ടിയ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അടുക്കളയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചോറും സാമ്പാറും കയ്പ്പയ്ക്ക ഉപ്പേരി അച്ചാറും പുളിയിഞ്ചിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും കിട്ടിയ സ്ഥലത്ത് ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ രാത്രിയിലത്തെ വിഭവങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം കുട്ടികൾക്ക് ഓരോരുത്തർക്കും അവരുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ അതേ ഹോളിൽ ഒത്തുകൂടിയിട്ട് ഓരോ ടീമിന് കൊടുക്കുന്ന ഓരോ വർക്കുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് അന്നത്തെ പ്രോഗ്രാമിൻ്റെ ചാർജുള്ള ആളുകളൊക്കെ അവരവരുടെ റിപ്പോർട്ടുകളൊക്കെ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ആ ഒരു സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഭക്ഷണത്തിന് ശേഷം ഏകദേശം 9:30-10 മണിയോട് കൂടി തന്നെയാണ് അവർ ഈ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ആ ക്യാമ്പിലുള്ള ഒരു കുട്ടിയുടെ പിറന്നാൾ ആഘോഷമായിരുന്നു. അപ്പോൾ അവർക്ക് രാത്രി 12 മണിയാകുമ്പോൾ ആ കുട്ടിയെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യണം. പക്ഷെ നമുക്കുള്ളത് കേക്കല്ലായിരുന്നു, മട്ടനായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുറച്ച് സീനുകളും കൂടി ഒന്ന് കാണാം.
ഇന്ന് രാത്രിത്തെ മേളമൊക്കെ കഴിഞ്ഞ് കണ്ടില്ലേ, എല്ലാവരും കൂടി ക്യാമ്പിൽ അടിഞ്ഞു കൂടി കിടക്കുകയാണ്. അപ്പോൾ അതായിരുന്നു കേട്ടോ ഗേൾസിൻ്റെ റൂമെന്ന് പറയുന്നത്. അപ്പോൾ കുറേ ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്കുകളുണ്ടല്ലോ, അവരൊക്കെ ഓരോ റൂമുകളിലായിട്ട് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന ബാഗേജും കാര്യങ്ങളും കുറേ പേര് കടന്നു. വർക്കില്ലാത്ത ആളുകളൊക്കെ കടന്നു. ബാക്കിയുള്ളവരൊക്കെ ടീമായിട്ട് ഇന്ന് ഓഫീസ് റൂമിൽ ഇരുന്നിട്ട് അവരുടെ വർക്കുകളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ അവരൊരു ദിവസം കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പിന്നെ ഞങ്ങൾ രാത്രി തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള മാവൊക്കെ ഉപ്പിട്ട് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ നമ്മുടെ ഇഡ്ഡലി ആയിരുന്നു രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. കുട്ടികൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ഒപ്പം തന്നെ നമ്മളും കൂടി അവരെ ഹെൽപ്പ് ചെയ്തു, അവർക്ക് പറഞ്ഞു കൊടുത്തു എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ NSS ക്യാമ്പിലും നമുക്ക് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നത് നമ്മുടെ കോളേജിലെ അമ്മൻ ചേച്ചി തന്നെയാണ്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഓരോ ടീമിനാണ് ഓരോ ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഭക്ഷണത്തിൻ്റെ ചാർജുള്ള ആളുകൾ ഇവരൊക്കെയാണ്. അപ്പോൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് എന്ന് ചേച്ചി പറഞ്ഞപ്പോൾ തലേദിവസം തന്നെ പറഞ്ഞു പോയതുകൊണ്ട് നമുക്ക് രാവിലെ കുട്ടികളോട് സാമ്പാറിനുള്ള കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് അതൊക്കെ അവർ എല്ലാം കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇഡ്ഡലിയുടെ മാവ് തലേദിവസം നമ്മൾ ഉപ്പിട്ട് ഇളക്കി വെച്ചുകൊണ്ട് രാവിലെ വലിയ ഇഡ്ഡലി ചെമ്പിലാണ്, ഒരുപാട് പേരുള്ളതല്ലേ, അപ്പോൾ വലിയൊരു ഇഡ്ഡലി ചെമ്പൊക്കെ വെച്ചിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ നോക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സാമ്പാറിന് വേണ്ട തേങ്ങ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തു, നമ്മൾ ഓരോപ്പം നിന്നൊക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഡ്ഡലി മാവ്, അത്യാവശ്യം പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് എന്നാലും തന്നെ ഉപ്പിട്ട് ഇളക്കി വെച്ചുകൊണ്ട്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് പറഞ്ഞാൽ വലിയ ഇഡ്ഡലി തട്ടല്ലേ നമ്മൾ വീട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ സ്റ്റീലിൻ്റെ ഇപ്പോൾ തുണി വെക്കേണ്ടാത്ത മോഡലൊക്കെ നമുക്ക് കിട്ടുമല്ലോ. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു മോഡലുള്ള തട്ടുകൾ തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ രീതിയിലൊന്ന് എണ്ണ പുരട്ടി കൊടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ വിരിക്കാനുള്ള തുണിയൊക്കെ നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ വിരിച്ചതിന് ശേഷം നമ്മളതിൽ ഇഡ്ഡലി പാർന്ന് വെക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് ഇവിടെ ഇരുന്നിട്ട് സാമ്പാറിനുള്ള തേങ്ങയൊക്കെ ചിരകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മൻ ചേച്ചി വരുമ്പോഴേക്കും നമ്മളിതൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ട് പരിപ്പ് വേവിക്കായിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭാഗത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ ഓരോരുത്തരായിട്ട് അവർക്ക് പറ്റുന്ന അവരുടെ ടീമിലത്തെ ആൾക്കാരൊക്കെ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് വീട്ടിൽ പണി ചെയ്യാത്ത ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കൂടെ ഞാനും കേട്ടോ. ഞാൻ പിന്നെ പണി ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഞാനും കുറച്ച് അവരെയൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഷെമിന ടീച്ചർ ഇഡ്ഡലി പാർന്ന് വെക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. അപ്പോൾ കുറച്ച് നീളമുള്ള തുണിയായിരുന്നു നമുക്ക് വിരിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതിനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വർക്കൊക്കെ കറക്റ്റാക്കി ഇത്രയും തൂങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നിലും കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി. അപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇവിടെ എക്സസൈസാണ് കേട്ടോ. രാവിലെ അവർക്ക് ആ 1 മണിക്കൂർ നേരത്ത് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രൗണ്ടിൻ്റെ ആ ഭാഗത്തായിരുന്നു എക്സസൈസൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെല്ലാവരും ആ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ നല്ല രസം തോന്നി രാവിലെ നേരത്തൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ വീഡിയോ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ, ഒന്ന് കവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ തലേദിവസം രാത്രി വളരെ ലേറ്റായി കിടന്നു. എല്ലാവരും വേഗം എണീറ്റ് രാവിലത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോയി. നല്ല പ്രശാന്ത സുന്ദരമായൊരു ഗ്രാമീണ അന്തരീക്ഷം എന്നൊക്കെ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു രാവിലെ തന്നെ. മഞ്ഞൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് വല്ലാതെ അത് മഞ്ഞ് ഫീൽ ചെയ്യുന്ന ഒരു സമയമൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ കുറച്ച് സ്കൂളിൻ്റെ പുറത്തൊക്കെ ഒന്ന് എല്ലാം ഇങ്ങനെ കറങ്ങി. അപ്പോൾ അവിടെയൊക്കെ ഓരോ വീടുകളോട് ചേർന്നിട്ട് ചെറിയ ചെറിയ കടകളും ഒക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു കാടിൻ്റെ ഒരു അന്തരീക്ഷം തന്നെയാണ് നമുക്കവിടെ ഫീൽ ചെയ്തത്. ചെറിയ ഇടവഴികളും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ അങ്ങനെ ഒന്ന് നടന്നതാണ് അതിന് ചുറ്റും. ചെറിയ എന്താ പറയുക, എണ്ണക്കടികൾ കിട്ടുന്ന കുഞ്ഞ് കുഞ്ഞ് ടീ ഷോപ്പുകൾ അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു വരുന്ന സമയത്തായിരുന്നു ഇവിടെ ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ കുറേ കുട്ടികൾ ആടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല രസം തോന്നി കേട്ടോ. അപ്പോൾ അതിൽ ആ ചെറിയൊരാൾ നമുക്ക് വളരെ സന്തോഷമായിട്ട് ടാറ്റയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോഴേക്കും അവർക്ക് ഭയങ്കര നാണക്കേടായി തോന്നുന്നു. അപ്പോൾ കുട്ടികൾ വേഗം അതിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും ക്യാമറയൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ടാറ്റ ബൈ, സീ യു.